മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രത്തെ വിമർശിക്കുന്നവരുണ്ട്, അവരുടെ മൂടുപടത്തെ വിമർശിക്കുന്നവരുണ്ട്, ഏതെങ്കിലും ഒരു സദസ്സിൽ ഒരു ആണും പെണ്ണും വേർതിരിഞ്ഞിരിക്കുന്നത് കണ്ടാൽ വിമർശിക്കുന്നവരുണ്ട്. ഈ അടുത്ത സമയത്ത് സുനിത വില്യംസ് കോഴിക്കോട് കുറ്റിച്ചിറ പള്ളിയിൽ വന്നപ്പോൾ അതിനെ വരെ ഇസ്ലാമിനെ വിമർശിക്കാൻ ഉപയോഗപ്പെടുത്തിയവരുണ്ട്. അവരോടൊക്കെയും നമുക്ക് ചോദിക്കാനുണ്ട്. ലോകം മുഴുവനും അമ്പരന്നു നിൽക്കുകയാണ്. 3 ലക്ഷത്തോളം പേജുകളുള്ള എപ്സ്റ്റീൻ ഫയൽ, ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന അമേരിക്കക്കാരൻ, അയാളുടെ പണി എന്തായിരുന്നു? ലോകരാജ്യങ്ങളിലെ നേതാക്കളെ അയാളുടെ സ്വകാര്യ ഐലൻഡിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ചെറിയ പെൺകുട്ടികളെ അവർക്ക് വേണ്ടി കാഴ്ചവെച്ചു. 6 വയസ്സുള്ള 7 വയസ്സുള്ള അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി മൂന്നാംകിട രാജ്യങ്ങളിൽ നിന്ന് പലയിടങ്ങളിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന മാഫിയകൾ കൊണ്ടുവന്ന പർച്ചേസ് ചെയ്തു കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ ലോകരാജ്യങ്ങളിലെ പല നേതാക്കൾക്കും കാഴ്ചവെച്ചിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ അയാൾ ഒപ്പിയെടുത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വെച്ചിട്ട് പല സ്ഥലത്തെയും നേതാക്കളെ അവർ അവരുടെ വലയിലാക്കുകയാണ്, വരുതിയിലാക്കുകയാണ്. തായ്ലൻഡിൽ നിന്ന്, ബ്രസീലിൽ നിന്ന്, ഫിലിപ്പീൻസിൽ നിന്ന്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ 6 വയസ്സ് മുതലുള്ള പെൺകുട്ടികളെ കൊന്നും തിന്നും ഭോഗിച്ചും ഒരു ദ്വീപിൽ കഴിഞ്ഞുകൂടിയ ലോകത്തെ മനസാക്ഷിയില്ലാത്ത നേതാക്കളുടെ ചിത്രങ്ങളും ചരിത്രങ്ങളും പുറത്തു വരുമ്പോൾ മുസ്ലിം പെണ്ണിന്റെ പർദ്ദയിൽ തൂങ്ങുന്നവർ, മുസ്ലിം പെണ്ണിന്റെ മുഖപടത്തിൽ തൂങ്ങുന്നവർ, മുസ്ലിം പെണ്ണ് ഏതെങ്കിലും ഒരു അവകാശം പറയുമ്പോൾ അതിന്റെ മറവിൽ ഇസ്ലാമിന് കുതിര കയറുന്നവർ, ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റ്, ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ആർജവത്തോടെ എഴുന്നേറ്റ് നിന്ന് ഇതിനെ ചോദ്യം ചെയ്തത് നിങ്ങൾക്കാർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? ഇവരുടെയൊക്കെ സ്ത്രീകളോടുള്ള സ്നേഹം ഇത്രയേറെ കപടമാണ്. ഏതെങ്കിലും ഒരു എത്തിയിസ്റ്റ് ചെറിയൊരു കാര്യം വരുമ്പോഴേക്ക് ഇസ്ലാമിനെ കുടയുന്ന ആളുകൾ, മുസ്ലിം പെണ്ണിന്റെ അനന്തര സ്വത്തിൽ കയറി പിടിച്ചവർ, ഈ കുഞ്ഞുമക്കളെ കൊന്നു തിന്ന മനുഷ്യർക്കെതിരെ കാമ എന്ന് മിണ്ടാൻ നട്ടല്ലുള്ള ഒരു നിരീശ്വരവാദി, ഒരു യുക്തിവാദി, ഒരു ഫെമിനിസ്റ്റ്, യുക്തിവാദികളുടെ നേതാക്കൾ വരെ ഉണ്ടായിരുന്നത്രേ. ഈ 6, 7, 8 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ ഭോഗിക്കാനും തിന്നാനുമെന്ന് എപ്സ്റ്റീൻ ഫയലിലെ ചിത്രങ്ങൾ നമ്മളോട് പറയുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് മിണ്ടാൻ കഴിയാത്തത്? അവരുടെ സ്നേഹം കപടമാണ്. അവർ സ്ത്രീകളോട് കാണിക്കുന്ന സ്നേഹം കപടമാണ്. ഇസ്ലാമിനെ വിമർശിക്കാൻ അവർക്ക് വേണ്ടത് സ്ത്രീകളുടെ എല്ലാ സുരക്ഷയും മറികടന്ന് ഇതുപോലെയുള്ള മേലാളന്മാർക്ക് കാഴ്ചവെക്കാൻ പറ്റുന്ന പാകത്തിൽ സ്ത്രീകളെ അവരുടെ കമ്പോളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കലാണ്. അതിനുവേണ്ടിയാണ് അവരെല്ലാം വാദിക്കുന്നത്, അല്ലാതെ സ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ടല്ല.